ഹായ് ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ ഒന്നാമത്തെ ഈസി ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഭാഷ എന്നത് ഒരു കുട്ടി സ്വായത്തമാക്കുന്നത് വർഷങ്ങൾ പഠിച്ചിട്ടാണ്. പക്ഷേ പറയുവാൻ വളരെ കുറച്ച് സമയം മതിയാകും. അത് കേട്ടാൽ തന്നെ പറയാൻ സാധിക്കും. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞ് ഒരക്ഷരവും പഠിക്കാതെ തന്നെ ആ കുടുംബത്തിലെ അതിൻ്റെ അമ്മ പറയുന്നത് കേട്ടാണ് അത് വളരുന്നത്. അമ്മേ എന്ന് വിളിക്കാൻ ആരും ആ കുട്ടിക്ക് ആ എന്നോ മേ എന്നോ പറഞ്ഞു കൊടുത്തിട്ടില്ല. അവൻ പഠിച്ചിട്ടുമില്ല, അല്ലെങ്കിൽ അവൾ പഠിച്ചിട്ടുമില്ല. ജനിച്ചൊരു 2 വയസ്സ് 3 വയസ്സിൻ്റെ ഉള്ളിൽ ആ കുട്ടി ഭാഷ പറയൽ തുടങ്ങും. എന്താണ് അതിന് കാരണം? ആ ഭാഷ ആ കുട്ടി കേട്ടാണ് പഠിക്കുന്നത്, പറയുന്നത് കേട്ടാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെയാണ് എല്ലാ ഭാഷയും. ആ സംസാരിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളത് പഠിച്ചിരിക്കും. അതിന് വലിയ ഒരു സംഗതികളൊന്നും വേണ്ട. എന്നാൽ ഈ ഭാഷ എഴുതുവാനും വായിക്കുവാനും അറിയണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം നമ്മൾ പഠിച്ചിരിക്കണം. തെറ്റുകൂടാതെ എഴുതുകയും വായിക്കുകയും പറയുകയും ചെയ്യണമെങ്കിൽ അതിൻ്റെ വ്യാകരണത്തോടുകൂടി, ഗ്രാമറോടുകൂടി അത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കുറേയധികം കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ആവശ്യപ്രകാരമാണ് ഞാൻ എൻ്റെ കൊച്ചറിവുകൾ യൂട്യൂബിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഈ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ആദ്യം ഒരു പിക്ചർ ഇൻട്രൊഡക്ഷനിലൂടെയാണ്. കുറച്ച് ചിത്രം വരയ്ക്കാനാണ് ആദ്യം തന്നെ പഠിപ്പിക്കുന്നത്. ഭാഷ എഴുതുവാനും വായിക്കുവാനും പറയുവാനും മാത്രമല്ല, നല്ല കൈയക്ഷരത്തോടു കൂടി അത് എഴുതുവാനും കൂടി പഠിക്കേണ്ടതുണ്ട്. എൻ്റെ ക്ലാസ്സുകൾ വളരെ ഫലപ്രദമാകണമെങ്കിൽ അത് ചെയ്തു തന്നെ പഠിക്കണം. വെറുതെ ക്ലാസ്സുകൾ കണ്ടാൽ പോരാ, അത് ചെയ്തു തന്നെ പഠിക്കുകയാണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച ഒരു ഫലപ്രാപ്തി നിങ്ങൾക്ക് ലഭിക്കും എന്നുകൂടി പറയട്ടെ. നാം എല്ലാം മലയാളികളാണെങ്കിലും ഒരു ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് കൂടാതെ വയ്യ. ഇംഗ്ലീഷ് നല്ല പോലെ അറിയണം. ഇംഗ്ലീഷ് ലോക ഭാഷയാണ്. എവിടെ ചെന്ന് നമ്മൾ കുടുങ്ങിയാലും ഇംഗ്ലീഷ് നമ്മളെ രക്ഷിക്കും. ഇംഗ്ലീഷ് അറിഞ്ഞാൽ മതി. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മാത്രമല്ല, ഇന്ന് ഒട്ടുമിക്ക സ്ഥാപനങ്ങളിലും ഇംഗ്ലീഷ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഭാഷയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് പഠിക്കുക, അറിയുക. ഇനി ഒന്നുമില്ലെങ്കിലും ഒരു ഭാഷയെ പഠിക്കുക, അറിയുക എന്നത് വലിയൊരു കാര്യമല്ലേ. അതുകൊണ്ട് തന്നെ ഞാനിവിടെ തുടങ്ങാൻ പോകുന്നത് ഒരു കൊച്ചു കുട്ടിയെ എടുത്തുകൊണ്ടാണ്. ഇംഗ്ലീഷ് ഭാഷ ഒട്ടും കേൾക്കാത്ത, ഒന്നും അറിയാത്ത ഒരു കുട്ടിയിൽ നിന്നാണ് ഞാൻ തുടങ്ങാൻ പോകുന്നത്. ആ കുട്ടി ആദ്യം അത് വരയ്ക്കും, പിന്നെ എഴുതി തുടങ്ങും, അക്ഷരങ്ങളിലൂടെ എഴുതി തുടങ്ങും. പിന്നെ വാക്കുകൾ പരിചയപ്പെടും, ധാരാളം വാക്കുകൾ ആ കുട്ടി പഠിക്കും. അതിനുശേഷം വാചകങ്ങൾ, വാക്യങ്ങൾ, സെൻറ്റൻസ് പഠിക്കും. അതിനുശേഷം പാരഗ്രാഫുകൾ പഠിക്കും. എഴുതുവാനും വായിക്കുവാനും ആയ ശേഷമാണ് കുട്ടി സ്പോക്കൺ ഇംഗ്ലീഷ് പറയാൻ പഠിക്കുന്നത്. പിന്നെ കോൺവെർസേഷനിലൂടെ, ഡിസ്ക്രിപ്ഷനിലൂടെ, ഡയലോഗ്സിലൂടെ ഒക്കെ നമ്മൾ ഭാഷ പഠിച്ചെടുക്കാൻ പോവുകയാണ്. എല്ലാവരുടെയും പിന്തുണ എനിക്ക് വേണം, നിങ്ങളുടെ സപ്പോർട്ട് വേണം. കമൻറ്റ് ചെയ്യണം, അഭിപ്രായങ്ങൾ അറിയിക്കണം എന്നുകൂടി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയാലോ? കം വിത്ത് മീ, എൻ്റെ ഒപ്പം വരൂ, എൻ്റെ ഒപ്പം സഞ്ചരിക്കൂ. ഒരു വീട് കെട്ടുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? ഒരു പ്ലാൻ വരയ്ക്കും അല്ലേ? അത് കഴിഞ്ഞ് നമ്മൾ അടിത്തറയിടും. അത് കഴിഞ്ഞാണ് ചുമരുകൾ കെട്ടുക. അത് കഴിഞ്ഞിട്ടാണ് മേൽക്കൂര, പിന്നെയാണ് ബാക്കി പണിയൊക്കെ. അതുപോലെ തന്നെ നമുക്ക് ഈ ഇംഗ്ലീഷ് പഠനത്തെയും എടുക്കാം. അപ്പം ഞാൻ ആദ്യം പ്ലാൻ വരയ്ക്കാൻ പോവുകയാണ്. നിങ്ങൾ അതുപോലെ തന്നെ വരയ്ക്കണേ. അപ്പം ഇതാ 4 വര, 4 ലൈൻസ്. ഇത് ഞാൻ നോട്ടിലാണ് വരച്ചിട്ടുള്ളത് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി. നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു 4 വര കോപ്പി ബുക്ക് വാങ്ങണം. എന്നിട്ട് അതിൽ വേണം വരയ്ക്കാനും എഴുതാനും തുടങ്ങാൻ.
ഇത് നിങ്ങളുടെ ഫസ്റ്റ് പേജാണെന്ന് അങ്ങോട്ട് വിചാരിച്ചോളുക. ഇനി നമ്മളിവിടെ വരയ്ക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ ഞാൻ ചരിച്ചാണ് വരയ്ക്കുന്നത്. കടലാസ് പെൻസിൽ തന്നെ ഉപയോഗിക്കണേ. ഒരു കൈ കൊണ്ട് ഒരു വശം പിടിച്ച് വളയാതെ, അധികം വളയാതെ ഇങ്ങനെ ചരിച്ചെഴുതുക. ഇങ്ങനെ മൊത്തം ഒരു ലൈന് ആദ്യം തന്നെ നിങ്ങൾ എഴുതുക. ഈ ഭാഗത്തുനിന്ന് മുകളിൽ നിന്നും താഴോട്ട് ഇങ്ങനെ ചരിച്ച് എഴുതുക. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് ഇങ്ങനെ നടുക്കൊരു വരയിട്ട ശേഷം ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് ഇവിടുന്ന് ഇങ്ങോട്ടും വരയ്ക്കുക. നോക്കൂ, ഇതേപോലെ ഈ മൂന്നാമത്തെ വര എത്തുമ്പോൾ നിർത്തണേ. വളയാതെ വരയ്ക്കണേ, അധികം വളയാതെ. ആദ്യത്തെ പണി ഇതാണ്. ഇനി അടുത്ത ലൈനിൽ എന്താണ് ചെയ്യണതെന്ന് നോക്കാം. അടുത്ത ലൈനിൽ ഇങ്ങനെ നിർത്തി വരയ്ക്കുക, വളയാതെ നിർത്തി വരയ്ക്കുക. അതിനടുത്ത ലൈനിൽ ഈ 2 ലൈനിൻ്റെ നടുക്ക് ഇങ്ങനെ വരച്ചു പോവുക. വളയാതെ ചെറിയ വരകൾ ഇങ്ങനെ വരച്ചു പോവുക. ഇങ്ങനെ വരച്ചു പോവുക. 4 ലൈനുകളുണ്ട്. അതിൽ ഈ ഒരു 2 ലൈനുകളുടെ ഇടയിൽ ഇങ്ങനെ വരച്ചു പോവുക. അടുത്ത 4 ലൈനിൽ ഈ മധ്യഭാഗത്ത് കാണുന്ന ഈ 2 ലൈനിൻ്റെ ഇടയിൽ ഇങ്ങനെ 0 ഇട്ട് കൊടുക്കുക. വളയാതെ 0 ഇട്ട് കൊടുക്കുക. വളരെ പതുക്കെ വേണം ഇത് ചെയ്യാൻ. അടുത്ത ലൈനിൽ നമ്മൾ എഴുതാൻ പോകുന്നത് നമ്മുടെ ചെവിയുടെ ആകൃതിയിലുള്ള ഒരു ചിത്രമാണ്. ഇനി ഇതിൻ്റെ അപ്പുറത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് 4 ലൈനിൻ്റെ നടുക്കനെ ചെയ്യണേ. ഇതിൻ്റെ ഓപ്പോസിറ്റ് തിരിച്ച് വരച്ചു കൊടുക്കുക. ഈ ലൈനിൽ മുട്ടണേ, ഈ ലൈനിൽ മുട്ടണേ. ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അടുത്ത വരിയിൽ നമ്മൾ ചെയ്യാൻ പോണത് ഈ സീനെ നമ്മൾ തല തിരിച്ചിടാൻ പോവാണ്. ഇങ്ങനെ, പിന്നെ ഇങ്ങനെ, പിന്നെ ഇങ്ങനെ, പിന്നെ പോലെ ഇങ്ങനെ. ഇതാ ലൈന് മൊത്തമായിട്ട് എഴുതുക. ഇതൊക്കെ ലൈന് മൊത്തമായിട്ട് എഴുതണേ. പിന്നെ നമ്മൾ ചെയ്യാൻ പോണത്, നമ്മൾ 3നെ തിരിച്ചിടില്ലേ, അതുപോലെ 3നെ തിരിച്ചിടുന്ന പോലെ, പിന്നെ 3 പോലെ ഇങ്ങനെ വരയ്ക്കണേ. അടുത്ത 4 വരിയിൽ ഇങ്ങനെയും വരച്ചു പോവുക. ഇനി അതിൻ്റെ തൊട്ട് താഴെയുള്ള വരിയിൽ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഇങ്ങനെ മല പോലെ, വീണ്ടും മല പോലെ, വീണ്ടും മല പോലെ. ഇനി അടുത്ത ലൈനിൽ മല തിരിച്ച് വരയ്ക്കുക മല. ഇങ്ങനെ വരയ്ക്കുക. അടുത്ത ലൈനിൽ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് 3 പ്രാവശ്യമാണ്. 1 2 3 തിരിച്ചും 1 2 3 ഇങ്ങനെ വരച്ചു പോണേ. അവസാനം നിങ്ങൾ ഇങ്ങനെ ചെയ്യണേ. ഒരു വര വരയ്ക്കുക, തിരിച്ചതിനെ വെട്ടുക. ഒരു വര വരയ്ക്കുക, തിരിച്ചതിനെ വെട്ടുക. ഒരു വര വരയ്ക്കുക, അതിനെ തിരിച്ചു വെട്ടുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ 4 ലൈൻ കോപ്പി പുസ്തകത്തിൻ്റെ 1ാമത്തെ പേജിൽ വരച്ച് ചെയ്യേണ്ടത്.